നമസ്കാരം. ഇന്നലെ നിര്യാതനായ മഹാത്മജിയെപ്പോലെ പരിശുദ്ധനായ, പ്രവൃത്തിയിലും വാക്കിലും ഒരേപോലെ പ്രവർത്തിച്ചുവെന്ന് സൗമ്യശീലനായ, എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കോൺഗ്രസിനെ ശക്തനാക്കിയിരുന്ന അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന തെന്നല ഇന്നലെ നമ്മയെല്ലാം വിട്ടുപോയി. എല്ലാവർക്കും തണലും താങ്ങും നൽകിയിരുന്ന അദ്ദേഹം 1998 KPCC പ്രസിഡൻ്റായ ശേഷം ആണ് കേരളത്തിലെ ഏറ്റവും അധികം ഭൂരിപക്ഷം UDF കിട്ടിയത്. എന്നാൽ ആ UDF ഭൂരിപക്ഷം കിട്ടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ഇന്ന് വരെ പൂർണ്ണമായി ആർക്കും അറിയില്ല. AK ആൻ്റണിക്ക് അറിയാം, എനിക്കറിയാം, ചില കോൺഗ്രസ് നേതാക്കന്മാർക്കറിയാം, അതിലുപരി തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്കറിയാം. 1999 ജൂൺ 30 അർദ്ധരാത്രിയാണ് P. ശശി എഴുതി തയ്യാറാക്കിയ ഒരു കള്ളപ്പരാതിയുമായിട്ട് ചെങ്ങന്നൂർ MLA ആയിരുന്ന കോൺഗ്രസ് നേതാവായ ശോഭന ജോർജ് എനിക്കെതിരെ കള്ളപ്പരാതി 4 MLA കൂടെ പോയി നായനാർക്ക് കൊടുക്കുന്നത്. 1999 ജൂൺ 28 ഇ കെ നായനാർ റിട്ടയറിംഗ് റൂമിൽ വിശ്രമത്തിലിരിക്കുന്ന സമയത്താണ് P. ശശി അറേഞ്ച് ചെയ്ത ആ നാടകത്തിൽ കുടുങ്ങി PP തങ്കച്ചൻ, ആര്യാട മുഹമ്മദ്, ഉമ്മൻചാണ്ടി, അതേപോലെ കാർത്തികേയനും ശോഭന ജോർജിൻ്റെ കരച്ചിൽ കേട്ട് കൂടെ പോയി പരാതി കൊടുത്തത്. ആ പരാതി എന്താണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു പറഞ്ഞാൽ ഒരു കള്ളപ്പരാതിയായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ ആ പരാതി വെച്ച് എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി കൊല്ലാനുള്ള പരിപാടി നടത്തുകയുണ്ടായി. എന്നാൽ ആ കാര്യം പൊളിച്ചത് രാജശേഖരൻ നായർ എന്ന് പറയുന്ന ശോഭന ജോർജ് തന്നെ എന്നെ ജയിലിൽ വെച്ച് കൊല്ലും എന്ന് പറഞ്ഞ് അറിയിച്ച അതിന് ശേഷം അദ്ദേഹം ലോകായുക്തയിൽ കൊടുത്ത പരാതിയിലൂടെയാണ് ഞാൻ രക്ഷപ്പെടുന്നത്. DGP ഇടപെടുകയും കോടതി ഇടപെടുകയും DGP ഇടപെടുകയും അങ്ങനെ എൻ്റെ ജീവൻ രക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയുള്ള സംഭവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ തിരിച്ചടിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. അതിന് LDF തോൽപ്പിക്കുക എന്നുള്ള ഇ കെ നായനാരുടെ മന്ത്രിസഭയിൽ ഇ കെ നായനാർ പോലും തടവറയിലായിരുന്നു പിണറായി വിജയൻ്റെയും P. ശശിയുടെയും അക്കാലത്ത്. അദ്ദേഹത്തിൻ്റെ മകനെ വിതുര പെൺവാണിഭ കേസിൽ കുടുക്കിയിട്ടാണ്, വെറുതെ കള്ളക്കേസിൽ കുടുക്കിയിട്ടാണ് P. ശശി അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് ഇ കെ നായനാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവത്തിൽ UDF വിജയിപ്പിക്കുക, LDF തോൽപ്പിക്കുക എന്നുള്ള പദ്ധതിയുമായിട്ട് ഞാൻ തെന്നല ബാലകൃഷ്ണപിള്ളയെ വിളിക്കുകയും അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ KPCC ഓഫീസിൽ പോയി കാണുകയും ചെയ്തു. KPCC പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തോട് ഞാൻ എൻ്റെ പദ്ധതി പറഞ്ഞു. കേരളത്തിൽ ഇപ്പോഴുള്ള CPM സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്ന ഏകദേശം 25 ആളുകൾ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും അതേപോലുള്ള അവരുടെ സ്വകാര്യ ജീവിതത്തിലടക്കം നടത്തിയിട്ടുള്ള വൃത്തികേടുകളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രത്യേക ലക്കമായി അതാത് സ്ഥലത്തെ CPM വീടുകളിൽ എത്തിച്ചാൽ തീർച്ചയായും വൻ വിജയം നേടും. ഇത് വളരെ രഹസ്യമായിരിക്കണം. ഞാനും താങ്കളും അതേപോലെ കൺസേൺഡ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുമായി മാത്രമേ അറിയാവൂ എന്നുള്ളൊരു പദ്ധതി പ്ലാൻ ചെയ്യാൻ 25 മണ്ഡലങ്ങളിൽ UDF വിജയിപ്പിച്ച് തരാം. ഇപ്പോൾ 25 മണ്ഡലങ്ങളിൽ വിജയിപ്പിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും മോശമായ സ്ഥലം CPM 100% വിജയിക്കുമെന്നുള്ള സ്ഥലങ്ങളിൽ ഞാനിത് പരീക്ഷണം നടത്തിത്തരാം എന്ന് അദ്ദേഹത്തോട് പറയും. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ റിസ്ക്കാണ്, നന്ദകുമാറിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും, കാരണം ഏറ്റുമുട്ടാൻ പോകുന്നത് CPM-നോടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ ലക്കങ്ങൾ ഇറക്കാൻ. പ്രത്യേകം ലക്കങ്ങൾ ഇറക്കി അതാത് സ്ഥലത്ത് എത്തിക്കുക, അതും വീടുകൾ എത്തിക്കുക എന്നതാണ് പ്രധാന ദൗത്യം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇത്? ഇപ്പം തന്നെ ഉദാഹരണം, തിരുവനന്തപുരം നോർത്തിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു സ്പീക്കർ വിജയകുമാർ. അന്ന് കിരീടം വെക്കാത്ത രാജകുമാറിനെ പോലെയുള്ള ഒരാളായിരുന്നു സ്പീക്കർ വിജയകുമാറിന് വലിയ പേരും പ്രശസ്തിയായിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട സ്പീക്കർ വിജയകുമാറിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, എന്നെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കത്തയച്ചു. MLA ഇങ്ങനെ ഇടപെട്ടു, എന്നെ ഗുണ്ടായിസം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു നീതിപൂർവമായ ഒരു പെരുമാറ്റം ഉണ്ടായില്ല എന്നുള്ളതിന് അദ്ദേഹത്തിനെ ഞാൻ ആദ്യം തിരഞ്ഞെടുത്തു. അദ്ദേഹം തിരുവനന്തപുരത്ത് പുതുതായി നിർമ്മിച്ച നിയമസഭാ മന്ദിരത്തിൽ ഇൻറ്റീരിയർ ഡെക്കറേഷന് ടെൻഡർ വിളിക്കാതെയാണ് അവിടെ കോടികൾ ചെലവഴിച്ചത് എന്നുള്ളതിൻ്റെ രേഖകൾ അത് നടത്തിയ എഞ്ചിനീയർ തന്നെ എനിക്ക് തന്നു. ആ എഞ്ചിനീയർ ഒരു കെട്ടുകണക്കിന് പേപ്പറാണ് എനിക്ക് തന്നത്. ആ കൃത്യമായ രേഖകളാണ് സ്പീക്കർ വിജയകുമാറിനെതിരെ കിട്ടിയത്. അതായത് ടെൻഡർ വിളിക്കാതെ ഒരു പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള സ്ഥലത്താണ് സ്പീക്കർ വിജയകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം ഇൻറ്റീരിയർ ഡെക്കറേഷന് കോടിക്കണക്കിന് രൂപ തട്ടിപ്പിന് നിന്നുകൊടുത്തത്. അത് തന്നെ നല്ല കവർ സ്റ്റോറിയായി ഞാൻ നിഷ്കളങ്കനായ പെരുങ്കള്ളൻ എന്ന ടൈറ്റിൽ ഞാൻ പൊളിറ്റിക്കൽ ക്രൈം എന്നുള്ള ഒരു പ്രത്യേക ക്രൈമിൻ്റെ ലക്കം പ്രസിദ്ധീകരിക്കുകയും അത് ഞാൻ തിരുവനന്തപുരത്ത്
നോർത്തിലെ എതിർ സ്ഥാനാർത്ഥി ചെയ്യുന്ന മോഹൻകുമാറിനുമായി ധാരണയുണ്ടാക്കി അവിടെ 25,000 കോപ്പികൾ 25,000 CPM വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു. എല്ലാ സ്ഥലത്തും എത്തിച്ച ശേഷം അവിടെ കോപ്പി കത്തിക്കാൻ CPM-കാരെ ഏൽപ്പിക്കണം, എതിരാളിയായ CPM-കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അവർ കൃത്യമായി വിജയകുമാറിനെതിരായിട്ടുള്ള ആളുകൾ അവിടെ കോപ്പി കത്തിക്കുകയും അത് വലിയ വിവാദമാവുകയും സ്പീക്കർ വിജയകുമാർ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു. സ്പീക്കർ വിജയകുമാർ പത്രസമ്മേളനം നടത്തി, ഞാൻ കോഴിക്കോടായിരുന്നു, കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് പത്രസമ്മേളനം നടത്തി വെല്ലുവിളിച്ചു. ഞാൻ പ്രസിദ്ധീകരിച്ചെല്ലാം സത്യമാണെന്നും ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്പീക്കർ വിജയകുമാർ 8,000 വോട്ടിന് തോറ്റു. 17,000 വോട്ടിന് മുമ്പ് ജയിച്ച സ്ഥലത്താണ് 8,000 വോട്ടിന് തോറ്റത്. ഇതേപോലെ തന്നെയാണ് വർക്കലയിൽ ഗുരുദാസിനെക്കുറിച്ച് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള വിവാദപരമായ കാര്യങ്ങൾ, അതിൻ്റെ റെക്കോർഡാണ് എൻ്റെ കൈവശം കിട്ടിയത്. അവിടെ വർക്കല കഹാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ കൊണ്ട് 30,000 ക്രൈമാണ് എടുത്തത്. അവിടെ എല്ലാ വീടുകളിലും CPM വീടുകളിലും കൃത്യമായി പുലർച്ചയ്ക്ക് ഇലക്ഷൻ്റെ 3 ദിവസം മുമ്പ് എത്തിച്ചു കൊടുക്കുകയും അത് വിവാദമായതോടെ വർക്കല എന്ന് പറയുന്ന CPM-ൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ 8 നിലയിൽ പൊട്ടി. അങ്ങനെ അതേപോലെയാണ് കേരളത്തിലെ 25 മണ്ഡലങ്ങളിൽ ഇത് ഞങ്ങൾ ഈ പരീക്ഷ നടത്തിയത്. നമുക്കറിയാം ചില മണ്ഡലങ്ങളിൽ UDF വിജയിക്കുന്ന മണ്ഡലമാണ്, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ. അവിടെ ചന്ദ്രൻ പിള്ളയെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ലക്കമാണ് ഇറക്കിയിരുന്നത്. അത് CPM-ൻ്റെ ആൾക്കാർ തന്നെ തന്ന സാധനമാണ്. അത് അവിടെ പ്രസിദ്ധീകരിച്ച് അവിടെയെല്ലാം വിതരണം ചെയ്ത് ഭയങ്കര CPM ആക്രമണമെല്ലാം നടന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ 25,000 വോട്ടിനാണ്, ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വലിയ ഭൂരിപക്ഷത്തിനാണ് കെ ബാബു അവിടെ നിന്ന് വിജയിച്ചത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ VD സതീശൻ ആദ്യമായി വിജയിച്ച പറവൂരിൽ രാജു എന്ന് പറയുന്ന CPI നേതാവിൻ്റെ വലിയ അഴിമതികളെക്കുറിച്ചുള്ള പ്രത്യേക ലക്കം തന്നെ ഇറക്കി അതവിടെ എല്ലാ സ്ഥലങ്ങളും വിതരണം നടത്തി. അത് വലിയ വിജയമായിരുന്നു. ഇതേപോലെ തന്നെയാണ് നമുക്കറിയാം പീരുമേട് MLA ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന കുര്യനെതിരെ ഞാൻ പ്രത്യേക ലക്കം ഇറക്കി. അദ്ദേഹം നടത്തിയ തട്ടിപ്പ്, സ്ഥലം കയ്യേറ്റം തുടങ്ങിയവ വെച്ചിട്ടായിരുന്നു പബ്ലിഷ് ചെയ്തത്. വലിയ തോതിലുള്ള തിരിച്ചടിയാണ് അവിടെ കിട്ടി. അവിടെ അദ്ദേഹം തോറ്റു. ഇതേപോലെ തന്നെ പട്ടാമ്പിയിൽ CP മുഹമ്മദ് ആയിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് നമ്മുടെ ഇസ്മയിലായിരുന്നു എതിർ സ്ഥാനാർത്ഥി, CPI സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണമുണ്ടായിരുന്നു. ഒരു എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമായിരുന്നു. റവന്യൂ മന്ത്രിയായിരുന്നു. അദ്ദേഹം നടത്തിയ തട്ടിപ്പിനെക്കുറിച്ചുള്ള ആ ലക്കം 25,000 കോപ്പിയാണ് CPIയുടെയും CPM-ൻ്റെയും വീടുകളിൽ എത്തിച്ചത്. അദ്ദേഹം 17,000 വോട്ടിനാണ് അവിടെ തോൽക്കേണ്ടി വന്നത്. പട്ടാമ്പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായത്. വീണ്ടും മത്സരിച്ചപ്പോഴും അദ്ദേഹം തോൽക്കേണ്ടി വന്നു. CP മുഹമ്മദ് അത്രയും പിന്നീട് പിടിച്ചു കയറി. ഇങ്ങനെ 25 മണ്ഡലങ്ങളിൽ UDFന് അനുകൂലമായിട്ട് ഞാൻ പ്രത്യേക ലക്കമിറക്കി. CPM-നെതിരെയുള്ള അവർ മത്സരിച്ച MLA-മാർക്ക് മത്സരിച്ച ആളുകൾക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ അടക്കമുള്ള പ്രത്യേക ലക്കമായിരുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഒരു തോൽവി. ഏകദേശം 25 മണ്ഡലങ്ങളിൽ UDF വൻ വിജയം നേടി. CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് പൊട്ടിത്തകർന്നത്. ആ പൊട്ടിത്തകർന്ന വഴി CPM-നുണ്ടായുള്ള വലിയ പരാജയം തീർച്ചയായും അവരെപ്പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ്. ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ചെറിയ മീനല്ല, ഒരു നെത്തോലിയല്ല, വമ്പൻ സ്രാവ് തന്നെയാണെന്ന് തെളിയിച്ച ഇലക്ഷനായിരുന്നു. ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകി പ്ലാൻ തയ്യാറാക്കിയത് തെന്നല ബാലകൃഷ്ണപിള്ളയും ഞാനും കൂടി ആയിരുന്നു. വളരെ രഹസ്യമായി KPCCയുടെ സഹായത്തോടെ നടത്തിയ ഈ പോരാട്ടത്തിൽ വൻ വിജയം നേടിയ ശേഷം എന്നെ AK ആന്റണി വിളിച്ചിരുന്നു. അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ആണ് കൊണ്ട് സ്വീകരിച്ചിരുത്തിയത്. അത്രയും അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലൂടെ ഉണ്ടാക്കാൻ സഹായിച്ചത് ക്രൈമിൻ്റെ പിൻബലത്തോടെയാണ് 2001 ഇലക്ഷനിൽ 99 സീറ്റുകൾ UDF നേടിയെടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഒരു 75 എന്നാലും ജയിക്കുമായിരുന്നു. 75 സീറ്റ് 76 സീറ്റിലേക്ക് ഒതുങ്ങും, അല്ലെങ്കിൽ 80 സീറ്റിൽ ഒതുങ്ങുമായിരുന്നു. ബാക്കി സീറ്റുകൾ പിടിച്ചെടുക്കുന്നതിൽ ക്രൈമാണ് നടത്തിയ ധീരമായ പോരാട്ടം. ജീവൻ പണം വെച്ച് റിസ്ക് എടുത്ത് അതീവ രഹസ്യമായി കോപ്പികൾ അച്ചടിച്ച് സ്ഥലത്തെത്തിച്ച് അത് വിതരണം നടത്തി. അങ്ങനെ അതിനെല്ലാ പിന്തുണയും രഹസ്യമായി പോകാനുള്ള കാര്യങ്ങളും അതേപോലെ MLA-മാർക്ക് മത്സരിക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുത്ത് തെന്നല ബാലകൃഷ്ണപിള്ള നൽകിയ ആ ഒരു പിന്തുണയാണ് അന്ന് എൻ്റെ പ്രതികാരത്തിന്
ഈ CPM ഇരയാകേണ്ടി വന്നത്. കാരണം എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടച്ച സംഭവത്തിൽ കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ പിണറായി വിജയനും പി ശശിയും പണം വാങ്ങി കേസ് അട്ടിമറിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ ആരോപണം. അതിനുള്ള തെളിവുകളും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതിനുള്ള എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിനാണ് ഞാൻ എന്നെ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പരിപാടി നടത്തിയതിനാണ് ഞാൻ തിരിച്ച് ഈ പരിപാടി കൊടുത്തത്. അത് തീർച്ചയായും വിജയിച്ചത്. പ്രസിദ്ധീകരണം വിചാരിച്ചാൽ കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ, കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് കൊമ്പത്തെ രാജാവിനെയും തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 2001 ഇലക്ഷനിൽ ഇവിടെ UDFനുണ്ടായ വിജയം. അല്ലാതെ UDF സ്വന്തമായി ഉണ്ടാക്കിയ വിജയമല്ല 2001 വിജയമെന്ന് തീർത്ത് പറയാൻ പറ്റും. എന്തായാലും തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയെ പറ്റി സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഭാരതീയ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അതിൽ പല നല്ല കാര്യങ്ങൾ അദ്ദേഹം പ്രസിഡൻ്റായപ്പോൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 3 തവണ രാജ്യസഭ MP ആയിരുന്നു. എന്നാൽ അതേപോലെ തന്നെ 2 തവണ MLA ആയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, AK ആൻ്റണിയും അതേപോലെ കരുണാകരൻ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ അവർക്ക് മധ്യസ്ഥ നിന്ന് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം KPCC പ്രസിഡൻ്റായത്. അതിനുശേഷം K മുരളീധരന് അദ്ദേഹത്തിന് K കരുണാകരൻ്റെ ശക്തമായ ഇടപെടൽ കാരണം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. എങ്ങനെയായാലും അതൊരു വലിയ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ നമ്മൾ കാണേണ്ടത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞത് എന്താണോ അത് ജീവിതത്തിൽ പകർത്തിയ ഗാന്ധിയനായ ഒരു നേതാവായിരുന്നു. അതേപോലെ തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാഗമായിട്ട് പമ്പ ഗണപതി കോവിൽ, ത്രിവേണി സംഘം വരെയുള്ള റോഡ്, അതേപോലെ അഴുതയിലെ പാലം, അതേപോലെ ആംബുലൻസ് സർവീസ് ഇതൊക്കെ നടത്തി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തിച്ച ഒരാളാണ്. ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരെയും സ്നേഹിച്ചിരുന്നു. ഏത് പാവപ്പെട്ട വന്നാലും ഓടി വന്നാലും എന്ത് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്നേഹനിധിയായ മനുഷ്യനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഞാനുമായി വളരെ വളരെ അടുത്ത ബന്ധമായിരുന്നു. പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയില്ല. ഞാൻ ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് VD സതീശനൊക്കെ മനസ്സിലാകുന്നതിലെ പ്രമുഖരായ ആളുകൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരിക്കൽ എറണാകുളം ആലുവയിൽ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് പെരുമാറിയ രീതി, എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയ രീതി, അദ്ദേഹം എന്നോടൊപ്പം സംസാരിച്ചു കൊണ്ടിരുന്ന രീതി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ അത്രയും അടുപ്പമായിരുന്നു. കാരണം അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയൻ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ പത്രപ്രവർത്തക സംഘം പണം വാങ്ങി. ഒരു ഭാഗം പ്രമുഖരായ പത്രപ്രവർത്തകരടക്കം പണം വാങ്ങി, പിണറായിയിൽ നിന്ന് പണം വാങ്ങി അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് അദ്ദേഹം ജീവിതകാലം മുഴുവൻ എന്നോട് സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്നു. അദ്ദേഹമാണ് കോഴിക്കോടുള്ള ഒരു കേസിൽ ശോഭന ജോർജിനെയും പി ശശിക്കെതിരെയുള്ള കേസിൽ കോടതിയിൽ വന്ന് എനിക്ക് വേണ്ടി മൊഴി നൽകിയത് മുഖ്യമന്ത്രിയായ സമയത്ത്. ഇതേപോലെ തന്നെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന് 17 ഏക്കർ സ്ഥലമുണ്ടായിരുന്നത്. ഇപ്പോൾ അവസാനം വെറും 17 സെൻറ്റ് സ്ഥലം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹം വിൽക്കുകയോ പാവപ്പെട്ടവർ കൊടുക്കുകയോ പാർട്ടി പ്രവർത്തനത്തിൽ ഉപയോഗിക്കുകയോ ചെയ്തു. ഇങ്ങനെയുള്ളൊരു നേതാവിനെ ഇനി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇക്കാലത്ത് അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാതരം തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തുന്ന ആളുകളാണ് ഏറ്റവും വലിയ നേതാക്കന്മാരായി തീരുന്നത് എന്നുള്ളൊരു കാലഘട്ടത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും ജനങ്ങളെ സേവിക്കൽ കൊണ്ടും മാതൃകയായി തുടർന്നുള്ള തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് എല്ലാ തരത്തിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം.